അന്യായ പോസ്റ്റ്. റോഡ് മൊത്തം വെള്ളം കയറി മുങ്ങി ബ്ലോക്ക്. എടപ്പള്ളി മാത്രമല്ല, ഈ പ്രദേശം മൊത്തം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുക. അതിനിടയിലാണ് സഞ്ജു ടെക്കി ഒരു കണ്ടന്റുമായിട്ട് ഇറങ്ങിയത്. കാറിനുള്ളിൽ മറ്റേ ടാർപോള് വലിച്ച് ഇട്ടിട്ട് വെള്ളമൊക്കെ നിറച്ച് സ്വിമ്മിംഗ് പൂള് ആക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് MVD അവൻ്റെ ലൈസൻസ് കട്ട് ചെയ്തു, വണ്ടിയുടെ RC ബുക്ക് ക്യാൻസൽ ചെയ്യുക വേണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും ഇങ്ങനെ ഇപ്പോൾ ഈ പൊതു റോഡിൽ, അത് അവർ പറയുന്നതിനകത്ത് തെറ്റൊന്നുമില്ല, ഈ റോഡിൽ ഇങ്ങനെയുള്ളൊരു പരിപാടി കാണിച്ചത് ശരിയായില്ല. കാരണം കാറിനകത്ത് വെള്ളം നിറച്ചു കൊണ്ടുപോയിട്ട് കാറിൽ നിന്നും പെട്ടെന്നെങ്ങാനും കാറ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചരിഞ്ഞ് കുറേ വെള്ളം അങ്ങോട്ട് പോയാൽ ഇവിടെ വലിയൊരു ദുരന്തം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നാണ് കണ്ടെത്തുന്നത്. പക്ഷേ അതിനേക്കാൾ മോശപ്പെട്ട വണ്ടികൾ ഇവിടെ വെള്ളമല്ല ഡീസലും പെട്രോളും ഒക്കെ ആയിട്ട് വരെ പോകുന്നുണ്ട്. പോട്ടെ, ഇവന്മാർ ഈ ട്രാൻസ്പോർട്ട് ബസ്സും ടിപ്പറും ഈ പ്രൈവറ്റ് ബസ്സുകാരുടെ മത്സരോട്ടം കാരണം എത്ര പേര് വണ്ടി ഇടിച്ച് മരിച്ചിട്ടുണ്ട്. ഇവരെയൊന്നും പ്രത്യേകിച്ച് ഇപ്പോഴും അതുപോലൊക്കെ തന്നെ അവർ ഓടിക്കുന്നത്. അവർക്കൊരു മാറ്റവും വന്നിട്ടില്ല. ഈ യൂട്യൂബറൊക്കെ പിടിക്കാൻ എല്ലാവരും പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ആണോ എന്ന് എനിക്കിപ്പോൾ ഒരു സംശയം. അന്ന് തൊപ്പി വളയെന്ന് പറഞ്ഞപ്പോൾ ഒരു ഭയങ്കര ചവിട്ടിപ്പൊളിച്ചൊക്കെയാണ് പോലീസ് കയറിയത്. അതേസമയം ഭീമൻ്റെ എന്താ പറഞ്ഞതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ പറഞ്ഞാൽ നമുക്കെതിരെ ആയാലും കേസ് കൊടുക്കും. ഭീമൻ്റെ പഴയ പോലീസുകാരനായതുകൊണ്ട് പോലീസുകാർ അത് ചെയ്തില്ലെന്നുള്ളതാണ്. എന്തോ അത് അത്രയും പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു സാധനം, വംശീയാധിക്ഷേപം എല്ലാം നടത്തിയ ഭീമൻ്റെ ഒരു കുഴപ്പമില്ല. കൈയടിക്കുക ചിരിക്കുകയൊക്കെ ചെയ്തിരുന്നു ആ സ്റ്റേജിന് അവിടെ നിന്ന്. തൊപ്പി വളയുന്നതായിട്ട് പറഞ്ഞത്. പിന്നെ കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ MVD ഏതോ കല്യാണ പരിപാടിക്ക് പിള്ളേരെങ്ങാണ്ട് കാറിൻ്റെ അകത്തുനിന്ന് തലകളിലിട്ടെന്നോ ചാടിക്കയറി നിന്നൊക്കെ പറഞ്ഞവന്മാരെ പൊക്കിയെടുത്ത് നിർത്തി ഭയങ്കര മാതൃകാപരമായിട്ട് എന്തോ ആ ചെറുക്കനെ കൊണ്ട് മൈക്കൊക്കെ പിടിപ്പിച്ച് ഏതോ ഫംഗ്ഷനോ എവിടെയോ നിർത്തിക്കൊണ്ട് ഏതോ ചടങ്ങിൽ അവന് ശരിയായില്ല, എനിക്ക് തെറ്റ് മനസ്സിലായി, കുറ്റം മനസ്സിലായെന്ന്. ഇഷ്ടംപോലെ വീഡിയോ, ഇതിനൊന്നും ആരും അയച്ചു കൊടുക്കണ്ട. ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോ ഉണ്ട്. ഈ ട്രാൻസ്പോർട്ട് ബസ് വന്ന് കയറി ട്രാക്ക് ഈ മറ്റേ സൈഡ് തെറ്റിയൊക്കെ കയറി വന്നിട്ട് എന്തിനാ അധികം പറയുന്നത്, മഞ്ഞ ലൈൻ നല്ല ടേൺസിൽ പോലെ ഒരു ഓവർടേക്ക് ചെയ്ത് വരുന്ന കാണാൻ പറ്റും. അതുപോലത്തെ ഒരു വീഡിയോ ഒരു ദിവസം ഒരെണ്ണം വെച്ച് കിട്ടും. ഇവനെയൊക്കെ ഒന്ന് നന്നാക്കിയാൽ എല്ലാ ദിവസവും ഇതാ പരിപാടി അവരുടെ മനസ്സിലായി. ഇതൊക്കെ വർഷത്തിലൊരിക്കൽ സംഭവിക്കുന്ന ഈ സഞ്ജു ടെക്കിയും മറ്റേ ആ പയ്യൻ കല്യാണമെന്നാണ് പറഞ്ഞത്. അല്ലാതെ എല്ലാ ദിവസവും അവന്മാർ തലവെളിയിട്ടല്ല നടക്കുന്നത്. ആരെയും കൊന്നിട്ടുമില്ല. ഇത് സ്ഥിരമായിട്ട് കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരു പ്രത്യേകതരം ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ വയലേഷൻ കാണിക്കുമ്പോൾ ഇതേപോലെ പിടിച്ചു നിർത്തിയിട്ട് ഞാൻ ഇങ്ങനത്തെ ഡ്രൈവറായിരുന്നു, ഞാൻ ഇങ്ങനെ ഓവർടേക്ക് ചെയ്യുമായിരുന്നു. ഇവന്മാർ വരുന്ന കണ്ട പേടിയാത്തില്ല. എല്ലാവരും അല്ല, ഈ 1000 ട്രാൻസ്പോർട്ട് ബസ് ഓടുന്നുണ്ട്, അതിനകത്തൊരു 12 പേരെ കാണത്തുള്ളൂ. 12 പേരെങ്കിലും പിടിക്കരുത്. അവരെ വിളിച്ചു നിർത്തി ഇങ്ങനെ വീഡിയോ ഇടിക്കണമെന്നേ. പിന്നെ ലൈസൻസ് ഒക്കെ കട്ട് ചെയ്യണം ഒരാളെ കൊന്നു കഴിയുമ്പോൾ. അങ്ങനെയാണ് ഈ സംഭവം കുറേയൊക്കെ നിൽക്കും. മത്സര ഓട്ടത്തിന് പ്രൈവറ്റ് ബസ്സുകാരനെ ഒന്ന് പിടിക്കുക, എന്നിട്ട് അവൻ്റെ ലൈസൻസ് കട്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ ബസ് ആളെ കൊന്നോ. ഇവിടെ ആളെ കൊല്ലുന്നവർക്കൊന്നും ഒരു കുഴപ്പമില്ല. സഞ്ജു ടെക്കി വെറുതെ വണ്ടി ഇടിച്ചുകൊണ്ട് ഓടിച്ച് പ്രാന്ത് കാണിച്ച് വല്ലവരും ഇടിച്ചു വന്നാൽ അപ്പോൾ പ്രശ്നമുണ്ട്. ഗവൺമെന്റ് ജീവനക്കാരനല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ കർശന നടപടിയൊക്കെ എടുത്തെന്നിരിക്കും. ഇതൊരുമാതിരി ഈ മീഡിയക്കകത്ത് ഈ കിടന്നുകൊണ്ട് ഇവർക്ക് പേജൊക്കെ ഉള്ളതുകൊണ്ട് എന്തൊക്കെയോ ഹൈലൈറ്റ് ചെയ്യാനോ വലിയ സംഭവമാണെന്ന് കാണിക്കാനൊക്കെ ഇമ്മാതിരി പരിപാടി ചെയ്യുന്നത്. അല്ലാതെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് അയ്യോ എന്തൊക്കെയാ കാണിക്കുന്നത് ഇവിടെ കിടന്നുകൊണ്ട്. എനിക്കിഷ്ടപ്പെട്ട ഭീമന്റെ വർത്താനാണ്. ഓർമ്മയുണ്ടോ? എന്താ പന്ന പറ അല്ലേ, എന്തോ അവൻ പറഞ്ഞത്? അത്രയൊന്നും ആരും പറഞ്ഞിട്ടില്ല. അത് സ്റ്റേജിൽ നിന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞു. വളി എന്ന് പറയുന്നതിനേക്കാൾ വളി എത്രത്തോളം വിഷയമാണെന്നുള്ളത് എനിക്കറിയത്തില്ല. വളി എന്നല്ല വേറെ എന്തെങ്കിലും പറയുമെന്നും അറിയത്തില്ല. അപ്പൊ അവന്റെ റൂം ചവിട്ടിപ്പൊളിച്ച് കയറി ആ പോലീസിന് സമ്മതിക്കണേ ഇവരെ കേട്ടോ. എന്നിട്ട് ഭീമന്റെ കൂളായിട്ട് കിടക്കാം. ഭീമന്റെ പഴയ പോലീസുകാരനാ, അതുകൊണ്ടായിരിക്കും പോലീസുകാരൊക്കെ സ്ഥിരം പറയുന്നതല്ലേ. എന്താണെങ്കിലും സഞ്ജു ടെക്കി ചെയ്ത കാര്യത്തിന് നമുക്കൊന്നും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ഇമാതിരി ഊളത്തരമൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു മഹാ ഊളത്തരം തന്നെ. അതുപോലത്തെ കണ്ടന്റ് കുറച്ച് വൈറലായാന്നേ. അത് നേരത്തെ ഉണ്ട്. ചിലവന്മാർ വണ്ടിക്കകത്ത് ഇങ്ങനെ സ്വിമ്മിംഗ് പൂൾ പോലൊക്കെ ഇട്ടുകൊണ്ട് ഓടിച്ചുകൊണ്ട് പോകുന്ന സീനൊക്കെ കാണിച്ചപ്പോൾ ഇവനൊക്കെ കയറി അങ്ങ് ചെയ്യുക. 1-2 വീഡിയോ ഞാൻ കണ്ടാന്ന് ഇൻസ്റ്റയിലൊക്കെ. അപ്പോൾ എവിടത്തെ എന്ത് കണ്ടാലും കോപ്പി അടിച്ചും അതുപോലൊക്കെ ഇവിടെ എന്താ പറയുക ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചൊക്കെയാണല്ലോ ഇവരൊക്കെ ഈ പറഞ്ഞ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് പലതും കോപ്പി എടുക്കുന്നുണ്ട് ഇവിടുന്ന്. സഞ്ജു ടെക്കി കുറച്ച് എന്താ പറയുക അഡ്വഞ്ചറസ് ആയതുകൊണ്ട്. അതുമല്ല അത്രയും വെള്ളമൊന്നും വന്നാൽ ഒന്നും സംഭവിക്കാനൊന്നുമില്ല. അവനെ വണ്ടിക്കകത്ത് നിറച്ച വെള്ളം എത്ര ഉണ്ട്, എന്തോ വെള്ളമാണെന്നറിയോ എന്ന് വെച്ചാൽ ഇവിടെ ബാക്കിയെല്ലാം കറക്റ്റ് ആയിട്ട് ഇവിടുത്തെ കുഴി വീണ ആൾക്കാർ മരിച്ചെടുത്ത് പോയി ഇതുപോലെ ഒന്ന് പിടിച്ചോണ്ട് ഒരു കോൺട്രാക്ടറെയോ എല്ലാവരും ഈ പറഞ്ഞ പരിപാടി അവതരിപ്പിച്ച ആരെങ്കിലും ഒന്ന് പിടിക്കുവായിരുന്നല്ലോ. വഴിയിൽ കുഴിയുണ്ട് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, അറിയാമല്ലോ അല്ലേ, ഏതോ സിനിമ ഇറങ്ങിയപ്പോൾ. ഇനിയിപ്പോൾ കുഴി കൂടും, കുഴി വീണ ആൾക്കാർ ചാവും. അതിനൊന്നും ഒരു കുഴപ്പമില്ല. സഞ്ജു ടെക്കിയുടെ വണ്ടിക്കകത്ത് വെള്ളം വന്നു എന്തോ ഇടപാടാന്ന് നോക്കിക്കോണേ. ഇത് വെറും വെള്ളമല്ലേ. സ്പിരിറ്റുമായിട്ടൊക്കെ പോകുന്ന വണ്ടികളെ പിടിക്കുക, അത് എത്ര പിടിക്കുന്നുണ്ടോ ആവോ. ആർക്കറിയാം എന്താ ഇവിടെ നടക്കുന്നത്, ഒരു പിടിയില്ല. ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്. നമ്മൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വൻ പരാജയ പരിപാടികളാണ് നടത്തുന്നത് ഇവിടെ.
ഇവർ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ ചുമ്മാ മീഡിയയുടെ മുന്നിൽ കിടന്ന് ഈ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബേഴ്സൊക്കെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സൊക്കെ കണ്ടന്റ് ഉണ്ടാക്കുന്ന പോലെ പോലീസ് കണ്ടന്റ് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ ഇങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അല്ലാതെ വേറെ കാര്യമൊന്നും ഇല്ലെന്നേ. ഈ പറഞ്ഞവന്മാരൊക്കെ ഓരോ പൊട്ടത്തരം കാണിക്കുമ്പോൾ ചെറിയ വെറ്റിയൊക്കെ അടിച്ച് അവനെ ഒന്ന് പേടിപ്പിച്ച് വിടേണ്ട കാര്യമുള്ളൂ. അതിന് അവിടെ കിടന്നുകൊണ്ട് വൻ സീൻ എന്തോ ഭയങ്കര സംഭവം കണ്ടുപിടിച്ച പോലെ ഒരു പൊട്ട പരിപാടി. അതിലുകൊണ്ട് ഈ പറഞ്ഞ പോലെ അപകടമൊന്നും ഉണ്ടായിട്ടില്ല. ഇത് എന്നും അപകടം ഉണ്ടാക്കുന്ന, എന്നും ദുരന്തം ഈ പറഞ്ഞ റോഡിലൊക്കെ കിടന്ന് അഭ്യാസം കാണിക്കുന്ന ഡ്രൈവർമാർ ഒത്തിരി ഉണ്ട് ഇവിടെ. അവർ വളരെ കുറച്ച് പേരേ ഉള്ളൂ, എല്ലാവരും ഒന്നും ഇല്ല. അതുങ്ങളെയൊക്കെ ഒന്ന് പിടിച്ചൊന്ന് നന്നാക്കാൻ പറ്റുമോ? എന്നെങ്കിലും പറ്റുമോ? ഇന്ന് വേണ്ട, അല്ല ഒരു വർഷം കഴിഞ്ഞാൽ പറ്റുമോ? 2026 വേണ്ട, 30 പറ്റുമോ? ഇത് തുടങ്ങിയിട്ട് ഇന്നേ വരെ അവസാനിച്ചിട്ടില്ല. ഇവരെ കൊണ്ട് എന്തോ ചെയ്യാൻ പറ്റുന്നത് എനിക്കറിയത്തില്ല. നാണക്കേടല്ലേ ഇതൊക്കെ? ഒരേ ടൈപ്പ് അപകടങ്ങൾ സ്ഥിരമായിട്ട് സംഭവിക്കുന്നു. അപ്പോഴും മിഴിച്ച് നിൽക്കുക, ഇതെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ശരിയെന്നാ.